തീർത്തും സർഗധനായ ഒരു എഴുത്തുകാരൻ്റെ ശതാഭിഷേകമാണ് സേതുവിൻ്റെ. എറണാകുളം ചേന്ദമംഗലത്തിൻ്റെ സ്വന്തം എഴുത്തുകാരനാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സേതു. MD വാസുദേവൻ നായർക്ക് നിള എന്ന് പറയും പോലെയാണ് സേതുവിന് അസ്തിത്വം വീരൂന്നിയ ചേന്ദമംഗലം. ഇനിയും ചേന്ദമംഗലത്തിൻ്റെ കഥ പറയാൻ വെമ്പുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ശതാഭിഷേകത്തിലും ആ കാര്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പറവൂരിലെ ചേന്നമംഗലമെന്ന ഉൾനാടൻ ഗ്രാമത്തെ മലയാള സാഹിത്യലോകത്ത് നട്ടത് സേതുവാണ്. ഓരോ കഥാപരിസരത്തിലൂടെ, കഥാപാത്രങ്ങളിലൂടെ വെള്ളവും വളവുമേകി പടർന്നു പന്തലിച്ച് സേതുവോളം ആ നാടും നിൽക്കുന്നു. ചേക്കുട്ടിപ്പാവ പോലെ അതിജീവനത്തിന്റെ 1000 കഥകൾ പറയാനുണ്ട് നാടിന്. സ്വന്തം തിരിച്ചറിയുന്ന ചേക്കുട്ടിപ്പാവകളിലൂടെ സേതു ചേന്നമംഗലത്തെയും തന്നെയും കഥകളിലൂടെ അടയാളപ്പെടുത്തി. അന്യദേശത്തെ തിരക്കിട്ട ബാങ്കിംഗ് ജോലികൾ മടുത്ത് തന്റെ വേരുകൾ തപ്പിയിറങ്ങുന്ന മറുപിറവിയിലെ അരവിന്ദൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്നത് ചേന്നമംഗലത്താണ്. ചരിത്ര സാംസ്കാരിക ശേഷിപ്പുകൾ ബാക്കിയാക്കിയ അതേ ചേന്നമംഗലം. ഒരു കാലഘട്ടത്തിൽ ചേന്നമംഗലത്ത് 4 ജാതിയുള്ള ആളുകൾ, 4 ജാതിയിൽപ്പെട്ടവർ ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ ജീവിച്ചു. ഈ ബാബിലോണിലൊക്കെ പള്ളി പൊളിച്ച കാലത്ത് ലോകം മുഴുവൻ ചെതറിപ്പോയി യൂതന്മാർ. അങ്ങനെയാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് വന്ന കയറി ലോകത്തിൻ്റെ യൂറോപ്പിലും പലയിടത്തും ചെന്ന് കയറി. പിന്നീടാണ് ഇസ്രായേൽ നടന്ന 47 രാജ്യമുണ്ടായപ്പോൾ ഇവരൊക്കെ ബാച്ചായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അത് വലിയ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സങ്കടപ്പെടുന്ന അനുഭവമായിരുന്നു. ക്ലാസ്സിലെ പിള്ളേരൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ് ഞങ്ങളൊരു യാത്രയായത്. 84ന്റെ നിറവിൽ ആലുവ കടുങ്ങല്ലൂരിലെ വീട്ടിൽ വിശ്രമിക്കുന്ന സേതുവിന്റെ കണ്ണിൽ തന്നെ താനാക്കിയ ചേന്നമംഗലത്തെക്കുറിച്ചുള്ളത് തെളിച്ചമുള്ള കാഴ്ചകളാണ്. ഒറ്റമകനായ തനിക്ക് ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വഴിവെട്ടിയത് ചേന്നമംഗലത്തെ ഗ്രന്ഥശാലകളായിരുന്നുവെന്ന് സേതു പറയുന്നു. ആ ഗ്രാമത്തിനപ്പുറമുള്ള വിശാലമായ ലോകത്തെ കാട്ടിത്തന്നതും പാലിയത്തച്ഛന്റെയും ജൂതന്മാരുടെയും കൈത്തറിയുടെയുമെല്ലാം ചരിത്രമുറങ്ങുന്ന അതേ നാട്. എഴുത്തുകാരനാവുന്നൊന്നും നമുക്കൊന്നും ഒരു കാലത്ത് സ്വപ്നം പോലും കണ്ടിട്ടില്ല. കാരണം വായിച്ചിരുന്നു ഒരുപാട്. അതിൽ ഞാൻ അമ്മയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ക്ലാസ് പുസ്തകങ്ങൾക്ക് പുറമെ മറ്റ് പുസ്തകങ്ങൾ കൂടി വായിക്കണം, എന്നാലേ ലോകം എന്താണെന്ന് മനസ്സിലാവും. അത് ഒരു കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്, വളരെയധികം സഹായിച്ചു. അത് ലൈബ്രറിയാണ് അതിനോടാണ് നന്ദി പറഞ്ഞത്. 19-ാം വയസ്സിൽ നാട് വിട്ട് പൂനെയിലേക്ക് ചേക്കേറിയപ്പോഴും സേതുവിന്റെ പച്ചത്തുരുത്ത് നാട് തന്നെയായിരുന്നു. മറുപിറവിയിലും ചേക്കുട്ടിയിലും സേതു നാടിനെ വരച്ചിട്ടു. ഓർമ്മ മങ്ങും മുമ്പ് നാടിനെക്കുറിച്ച് ഇനിയും എഴുതണം. ബാക്കിയാക്കിയ കഥകൾ ഇനിയുമുണ്ട് ഏറെ. ലിഡിയ ജേക്കബ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.